ഹലോ. അപ്പോൾ ഇന്നൊരു ലേസി സാറ്റർഡേ മോർണിംഗ് റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. മോർണിംഗ് റുട്ടീനല്ല, ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 8 മണി, അതാണ് എൻ്റെ സമയം. രാവിലെ എഴുന്നേറ്റു, പല്ലൊക്കെ തേച്ചു. ഇനി ഞാൻ ഒരു മുഖം കഴുകാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷാണ്, ഹിമാലയയുടെ നീം ഫേസ് വാഷാണ്. അതിന് ഞെക്കി 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 ഒരു പരിവ ഇനിയും ഉണ്ട് അതിൽ, പക്ഷേ അത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് നല്ല ഫേസ് വാഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജെൻറ്റിലാണ്, അധികം സ്ട്രോങ് ഒന്നല്ല, അധികം സ്മെല്ലില്ല, മൈൽഡായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് മുഖം നന്നായിട്ട് കഴുകി. അപ്പോഴേക്കും എനിക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ താഴെ ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടാവും മെസ്സിലെ ആ ചേച്ചി. മെസ്സല്ല, ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുത്തേക്കാണ് കുറച്ച് ആൾക്കാർ. അപ്പോൾ രാവിലെയും രാത്രിയും അവർ ഫുഡ് കൊണ്ടുവരും. ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അതെനിക്ക് വേണ്ട, ഞാൻ രാവിലെ രാത്രിയും മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് ഉപ്മാവായിരുന്നു. എനിക്ക് ഉപ്മാവ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ നമ്മൾ ഹോസ്റ്റലിലും പി ജിയിലൊക്കെ താമസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിൽ ഒരു കാര്യമാണിത്. ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ കൂടി ഞാനത് കഴിക്കും. എനിക്ക് വയറിന് വേണ്ടുന്നത്ര എൻ്റെ വിശപ്പ് അടങ്ങുന്നവരുള്ളത് ഞാൻ കഴിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴാണ് അജുവിൻ്റെ പാക്കേജ് ഞാൻ അവിടെ കണ്ടത്. ഞാൻ ശരിക്കും തുറന്നു നോക്കിയതൊക്കെയാണ്, പക്ഷേ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അജുവിൽ ബിഗ് ബോൾ സെയിലുണ്ട്. ഇപ്പോൾ നല്ല ഓഫേഴ്സിൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഞാനിപ്പോൾ കൂടുതലായിട്ടും ഓൺലൈനാണ് കേട്ടോ ഷോപ്പ് ചെയ്യാറ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ വീഡിയോസാണിത്. ഇതൊക്കെ കണ്ട് തീർക്കാനുണ്ട്. കുറച്ചൊക്കെ കണ്ടു, ഇനി ബാക്കി കൂടെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ബെഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോട്ടോ കിട്ടിയത് ഞാൻ പണ്ട് പ്രിൻറ്റ് ചെയ്യിച്ചതാണ്. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് അതിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ചിൽ നിന്ന് എന്താണ് മോയ്സ്ചറൈസർ എടുക്കാൻ വേണ്ടി തുറന്നതാണ്. പക്ഷേ എടുത്തിട്ട് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്സാണ് പിന്നെ കാണിച്ചത്. ഇത് ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലാക്മേയുടെ ഒരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര നല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, അതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ച ഇൻസൈറ്റിൻ്റെ കോഫി കമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡും, ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ന്യൂഡ് ന്യൂവൻസ്, മേബിലിൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ന്യൂഡ് ന്യൂവൻസ്. നല്ല ഷെയ്ഡാണ്, കണ്ടോ, അത് തീരാറായി ഏകദേശം, പക്ഷേ അതത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെയുള്ളത് വേറൊരു മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ്, എന്തോ വൈൻ, അതിൻ്റെ ഷെയ്ഡ് അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണമെങ്കിൽ കണ്ടു കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു കുറേ മിനി ലിപ്സ്റ്റിക്സ് ഉള്ള ഒരു കിറ്റാണ്, ഇതും ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ഇടുകയാണ്. ഇത് പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതുവരെ പിന്നെ ഞാൻ മാറിയിട്ടില്ല, ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. പൊട്ട് തൊട്ടാൽ വേറെ തന്നെ ഒരു 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 ഭാവമാണല്ലേ. അപ്പോൾ എനിക്ക് പൊട്ട് തൊടാൻ ഇഷ്ടമാണ്. ഞാൻ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴും പൊട്ട് തൊടാറുണ്ട്. അഥവാ ജീൻസ് ഇടുകയാണെങ്കിൽ പോലും ഞാൻ പൊട്ട് തൊടാറുണ്ട്. ഇങ്ങനെ ബാഗിൽ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയായിരുന്നു. ഞാൻ ബിസ്ക്കറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പോയി വാങ്ങിക്കാൻ വെച്ചിട്ട് ബിസ്ക്കറ്റ് മാത്രം വാങ്ങിച്ചു. അങ്ങനെ ലിപ് ബാമും കൂടി ഇട്ടിട്ട് എൻ്റെ സ്കിൻ കെയർ പരിപാടികൾ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത്രയും തുണി മടക്കി വെക്കാനുണ്ടല്ലോ എന്ന്. ആകെ മൊത്തം മെസ്സായി കിടക്കുമായിരുന്നു എൻ്റെ തുണി വെച്ച സ്ഥലം മുഴുവൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. കുറേ കാലമായിട്ടോ ഒന്ന് ഞാൻ ശരിയാക്കാനായിട്ട് മടി പിടിച്ച് നീട്ടി വെക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇന്നെല്ലാം കൂടെ ശരിയാക്കി വെക്കാമെന്ന്. ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് 2 റൂമായിട്ടാണ് റൂം ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് നമ്മൾ കിടക്കുന്ന സ്ഥലം, പിന്നെ ഒന്നൊരു കിച്ചണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ തപ്പി എനിക്ക് എൻ്റെ ഇയർ മഫ് കിട്ടി. അങ്ങനെയല്ല അതിന് പറയുക, ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞാൻ കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കിട്ടി. പിന്നെ എൻ്റെ 2 ബുക്സ് കൂടെ കിട്ടി കേട്ടോ. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്, ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഒന്ന് യുവർ ഡ്രീംസ് ആർ മൈൻ നൗ എന്ന് പറഞ്ഞത്, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചാണ്. അവർക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ പക്ഷേ വായിച്ചിട്ടില്ല, എന്തായാലും കൊടുക്കാം. എനിക്കിനി വായിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു വായനശാല ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എപ്പോഴും ബുക്ക് എടുക്കുമായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് പാല് വാങ്ങിക്കണം. അങ്ങനെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. അതിന് കാരണക്കാരൻ നിങ്ങളാണെന്നുള്ള മട്ടിൽ ഞാനൊരു നോട്ടം നോക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട, എന്താണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ആധാരമല്ല, എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതൊക്കെ എടുത്ത് ശരിയാക്കി വെക്കണമെന്ന് ഓർക്കുകയാണ് ഞാൻ. അങ്ങനെ എന്തൊക്കെയോ കഴിഞ്ഞു. അവിടെ കുറച്ച് ഉറുമ്പ് കണ്ടു, അതാണ് ഞാൻ ഒരു നിമിഷം സ്റ്റക്കായത്. പിന്നെ എനിക്കൊരു ബ്രഷ് കിട്ടി, ഞാൻ അന്നൊരു കോംബോ ആയിട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഓക്കെ, അതിൻ്റെ സന്തോഷമാണ്. പേപ്പേഴ്സ് കളയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ വേറെ പേപ്പറില്ല. അപ്പോൾ പിന്നെ ഞാൻ ആ ഉള്ള പേപ്പർ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാണ്. പുതിയ പേപ്പർ എവിടെയെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ ഏകദേശം ഒതുക്കി സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി വീണ്ടും ഓരോന്ന് തിരികെ കയറ്റാമെന്ന് കരുതി എൻ്റെ ആ ബാഗാണ് ഞാൻ ആദ്യം തന്നെ വെച്ചത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം മേക്കപ്പ്, പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓർണമെൻറ്റ്സ് എന്ന് വെച്ചാൽ അത്രക്കൊന്നുമില്ല, ജ്വല്ലറീസ്, കുറച്ച് ആക്സസറീസൊക്കെയാണ് അതിൻ്റെ അകത്ത്.
അത് മുഴുവനല്ല കേട്ടോ, ഒറ്റൊരു കളിയിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്തോ ആണ്. അങ്ങനെ തുടങ്ങി മക്കളെ എൻ്റെ ഒരു സാധനം. ഇത്രയും തുണി എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ക്രേസാട്ടോ ഡ്രസ്സുകൾ ഞാൻ ഭയങ്കരമായിട്ട് വാങ്ങും. ചെരുപ്പൊന്നും അങ്ങനെയില്ല, ഒന്നോ രണ്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാത്തിൻ്റെയും കൂടി ഇടാൻ. പക്ഷേ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഓൺലൈൻ സൈറ്റുകളിൽ ഇങ്ങനെ നോക്കി ഓഫേഴ്സ് ഉണ്ടോ നോക്കി ഏറ്റവും വലിയ ഓഫേഴ്സിനെ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ഇത് എൻ്റെ പുതിയ ഡ്രസ്സാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു കുർത്തിയാണത്. പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഇപ്പോൾ ഡെയിലി കളർ ഡ്രസ്സ് ആയതുകൊണ്ട് എപ്പോഴും ഡ്രസ്സ് വേണം. പക്ഷേ ഞാൻ വാങ്ങിക്കുന്നത് കുർത്തിയല്ല എന്ന് മാത്രം. എനിക്ക് ഈ ഡ്രസ്സുകൾ മടക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ. ഈ ഡ്രസ്സ് മറ്റേ കടയിലൊക്കെ നമ്മൾ വെക്കില്ലേ, അതുപോലെ ഭംഗിയായിട്ട് മടക്കാൻ എനിക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ, നമ്മളൊരു സഹായം ചെയ്യാമല്ലോ. വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ എന്ത് കാര്യത്തിനും നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരു ഹോസ്റ്റലിലോ പി ജിയിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയതും സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും എറണാകുളത്ത് വന്നതിന് ശേഷമാണ്. എൻ്റെ വീട് കണ്ണൂരായിരുന്നു. ഞാൻ അതിനു മുന്നേ വേറെ എവിടെയും പോയിട്ടില്ല, അതായത് താമസിച്ചിട്ടില്ല, ഹോസ്റ്റലിലൊന്നും നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും വീട്ടിൽ നിന്ന് പോയി വരുന്ന ദൂരത്തിലാണ് എല്ലായിടത്തും നിന്നിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിൽ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട പോലെയായിരുന്നു. എനിക്ക് എന്തോ തിരിച്ചു പോകണം, നാട്ടിൽ പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. കഥ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ, വളരെ അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ അലക്കാമെന്ന് വിചാരിച്ചിട്ട് സർഫ് എടുത്തു, കുറച്ച് വെള്ളത്തിൽ കലക്കി, എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് മുക്കി വെച്ചു. എനിക്ക് അടിച്ചലക്കുന്ന പരിപാടിയൊന്നുമില്ല, ഞാനിങ്ങനെ മുക്കി വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ മതി. 2000 years later. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ എൻ്റെ തുണിയൊക്കെ സെറ്റായി. അതൊക്കെ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് ആട്ടോ. ഇതൊക്കെ എൻ്റെ ജീൻസസ് ആണ്. ഇത് ഞാൻ ഡെയിലി വെയർ ചെയ്യുന്ന ടോപ്പുകളാണ്, ഓഫീസിൽ വെയർ ചെയ്യുന്നത്. ഇതൊക്കെ അതിൻ്റെ പാൻസ് കാര്യങ്ങളാണ്. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സസ് വല്ലപ്പോഴും മാത്രം ഇടുന്നത്. അത് ടോപ്പ്, കുർത്ത, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് മുഴുവൻ ടോപ്പുകളാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഡണ്ണാക്കി. എപ്പോഴാണ് ഞാൻ എൻ്റെ നെയിൽസ് ശ്രദ്ധിച്ചത്, വാവ്, ഇത് ഞങ്ങളുടെ ആപ്പിളിൻ്റെ പെട്ടി. ഞങ്ങൾക്ക് ആപ്പിളിൻ്റെ പെട്ടിയൊക്കെ ഉണ്ട്, ഐ മീൻ അലമാര. അതിലും ഉണ്ടായിരുന്നു കുറച്ചെണ്ണം, അത് ഞാൻ പിന്നെയാണ് ഓർത്തത്. അങ്ങനെ അതും എടുത്തുകൊണ്ട് പോയി വീണ്ടും മടക്കൽ തുടങ്ങുകയാണ്. നേരത്തെ പറയാൻ ബാക്കി വെച്ച കാര്യം ഇനിയും പറഞ്ഞില്ല അല്ലേ ഞാൻ. അതെ, അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നമുക്കത് ഈസി ആവും. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പം എന്നോട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇത് നമ്മുടെ കയ്യിലിടാനുള്ള ഒരു ഗ്ലൗസാണ് കേട്ടോ. നമുക്ക് ഇപ്പം വെയിലത്തൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നവർക്ക്, ടൂ വീലറൊക്കെ ഓടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ സൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ പിന്നീട് അത് ഞാൻ സൈറ്റിലൊന്നും പോയിട്ടില്ല, അത് വേറെ കാര്യം. ഡെക്കാത്തലോന്ന് വാങ്ങിച്ചാൽ കേട്ടോ. 299 എങ്ങാനും ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് വാങ്ങിച്ചത്. ഞാൻ സ്മരിക്കുന്നു. അങ്ങനെ നമ്മൾ ആപ്പിളിൻ്റെ പെട്ടിയൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി എല്ലാം ഇവിടെ കൊണ്ടുവെക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ വെക്കുക, അവരൊക്കെ പെട്ടിയിലാണ് വെക്കുക. എനിക്ക് ശരിക്കും ഒറ്റൊരു ബാഗേ ഉള്ളൂ, എനിക്ക് വേറൊരു ബാഗ് കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ എടുക്കാമല്ലോ. എറണാകുളത്ത് വന്നപ്പോൾ വാങ്ങിച്ചൊരു പെട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ എനിക്കൊരു 3-4 പെട്ടിയുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി അതെൻ്റെ ഫ്ലാസ്കിലോട്ട് ഒഴിച്ചു വെച്ചു. എനിക്കിപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം, എനിക്ക് തണുത്തുള്ള ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ചൂടുവെള്ളം കുടിക്കും. 2 മണിയായപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി സഹിക്കാൻ പറ്റാണ്ട് ഞാൻ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്, മന്ന റെസ്റ്റോറൻറ്റിലെ ബിരിയാണി, പനമ്പള്ളി നഗർ, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് നടക്കാനൊക്കെ മടിയായതുകൊണ്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്തു. നല്ല ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണിത്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ഇല്ലേ, എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ എനിക്കൊരു 2-3 പേര് വേണമായിരുന്നു എൻ്റെ കൂടെ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആരോടും ചോദിക്കാറില്ല. കാരണം വെച്ചാൽ സിറ്റുവേഷൻസ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ്, അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ, എൻ്റെ തുണിയൊന്നും അലക്കിയില്ല. അത് അലക്കാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് മിന്ത്രയുടെ ഒരു പാക്കേജും വന്നു. ഇത് ഞാൻ മിന്ത്രേൻ്റെ സെയിലിന് വാങ്ങിച്ച ഒരു കുർത്തിയാണ്. ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത്യാവശ്യം കുഴപ്പമില്ല, 200 റുപ്പീസിൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കില്ലാത്തൊരു കളറും കൂടിയാണ്, അത് ഓക്കെയാണ്. അപ്പോൾ ഈ ലുക്ക് ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, റീൽസ് എടുത്തോ? ഒരു റീൽസ് എടുത്തായിരുന്നു, അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് പക്ഷേ പുറലോകം കാണുമെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കത്ര ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു നോ മേക്കപ്പ് ലുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ലുക്കൊക്കെ ചേഞ്ചാക്കി ഞാൻ പെട്ടെന്ന് തന്നെ തുണി ആറിയിടാൻ പോയി. അലക്കിയ തുണിയൊക്കെ അവിടെ ടെറസിൻ്റെ അവിടെയാണ് ആറിയിടുക എന്ന് പറഞ്ഞാൽ തുണി വിരിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കണ്ണൂർ ഞങ്ങൾ ആറിയിടുക എന്നാണ് പറയുക. തുണിയൊക്കെ വിരിക്കാൻ നിൽക്കുകയാണ്. തുണി വിരിച്ച് കഴിയുമ്പോഴേ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഐറ്റം ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ തുണികളൊക്കെ പറ്റുന്നതും അടുത്തടുത്തിടുക. അപ്പോൾ നമുക്ക് സംഭവം ഓർമ്മയുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവരങ്ങനെ അഥവാ ആരെങ്കിലും മിസ്മാച്ചായിട്ട് എടുത്ത് പോകാനുള്ള ചാൻസും കുറവായിരിക്കും. ഇപ്പോഴും പിന്നെ തുണി വിരിച്ച് കഴിഞ്ഞ് ഞാൻ എണ്ണി നോക്കും എത്ര എണ്ണം ഉണ്ടെന്ന്. എന്താ വെച്ചാൽ നാളെ വന്ന ആ സെയിം എണ്ണമാണെങ്കിൽ എനിക്ക് ഉറപ്പിക്കാമല്ലോ എൻ്റെ ഒന്നും മിസ്സായില്ല എന്ന്.
എപ്പടി ഇറുക്ക് എൻ്റെ ഐഡിയ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു താഴേക്ക് പോയി. എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയായിരുന്നു. ഞാനപ്പോൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഞാൻ റിപ്പിൾ ടീയുടെ ഒരു ഇതുപോലത്തെ കുറച്ചൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോളം ഉണ്ടാക്കി അതിൻ്റെ അകത്തോട്ട് ഇട്ടു, പഞ്ചസാര ഇട്ടു, ഇളക്കി ഞാനൊരു കട്ടിനങ്ങോട്ട് കുടിച്ചു. ഷൂട്ട് ചെയ്തു തരാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ടും ആളുണ്ടായിരിക്കുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ മടിയായതുകൊണ്ടും ഞാൻ ഫോൺ ഒരു ട്രൈപ്പോഡിലായിരുന്നു വെച്ചത്. ആ ട്രൈപ്പോഡ് താഴോട്ട് പോയ കാഴ്ചയാണ് കാണുന്നത്. താഴെ വീണില്ല, കസേരയിൽ തന്നെയാണ് വീണത്. പക്ഷേ എന്നിട്ടും എൻ്റെ അഹങ്കാരം കൊണ്ട് വീണ്ടും ഞാൻ കൊണ്ടുവച്ചു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ എടുത്ത് തേച്ചു. ഇത് ഞാൻ കാച്ചിയ എണ്ണയാണ് തേക്കുന്നത്. കറിവേപ്പില, ചെമ്പരത്തി അങ്ങനെ എന്തൊക്കെയോ ഇട്ട് കാച്ചിയ എണ്ണയാണ്, അത് തേക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ തേപ്പിലൊന്നും അല്ല കേട്ടോ മുടിയുടെ ഇതൊക്കെ ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ജീൻസാണ് എല്ലാത്തിനും കാരണം. ലോറിയലിൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാലം ട്രെസ്മേ ആയിരുന്നു, ഇപ്പോൾ മാറി. ഇത് ലക്സിൻ്റെ ബോഡി വാഷ്, ഇതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുളിയൊക്കെ പാസ്സാക്കി വന്നു. ഒരു ഹെയർ ഗ്രോത്ത് സെറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ അത് തീരട്ടെ. പിന്നെ ഞാൻ സിനിമേഡിൻ്റെ ഒരു സെറം കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മടിയാണ്. ഏതെങ്കിലും ഒന്ന് മതിയെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. അങ്ങനെ ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തു. വെള്ളം മുഴുവനായിട്ടും പോകാത്തതുകൊണ്ട് ഞാൻ ഒരു തോർത്ത് വെച്ച് അതങ്ങ് കെട്ടി വെക്കുകയാണ്. മുകളിൽ കെട്ടാൻ എനിക്ക് മടിയാണ്. ഞാനിങ്ങനെ തുമ്പിൽ മാത്രം കെട്ടി വെക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ തോർത്ത് അബ്സോർബ് ചെയ്യല്ലോ. അത് കഴിഞ്ഞ് ഡാർക്ക് സർക്കിൾസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയൊരു മസാജിങ്ങും കൂടെ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും നൈറ്റത്തെ ഫുഡ് വന്നു. നൈറ്റ് ഒരു 6-7 മണിയാകുമ്പോൾ അവർ ഫുഡ് കൊണ്ടുവരും കേട്ടോ. ഇന്ന് പുട്ടും ചിക്കൻ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വയറ്റിലോട്ട് തട്ടി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.